ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം അധ്യാപകരിലേക്ക് 3 എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ചോദ്യപേപ്പർ ചോർന്നത് ഇവരിലൂടെ എന്നാണ് സംശയം. MS അനീഷ് കുമാർ ചേരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനീഷ്, ആ വഴിയിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു. അധ്യാപകരുടെ ട്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഒരു ട്രാക്ക് ഏതാണെന്ന് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. 3 എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരെയാണ് ക്രൈംബ്രാഞ്ച് ഇന്നലെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇവരിൽ നിന്നും വിവരങ്ങൾ തേടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊടുവള്ളി തന്നെയുള്ള ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അധ്യാപകനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, കൊടുവള്ളി സ്വദേശിയാണ് ഈ MS സൊല്യൂഷൻസിന്റെ ഉടമയായ ഷുഹൈബ്. അതുകൊണ്ട് അത്തരം ആ മേഖലകളിലേക്ക് അന്വേഷണം ഒതുങ്ങുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കാൻ കഴിയുന്ന വിവരം. മറ്റ് 2 എയ്ഡഡ് സ്കൂളുകളും ഏതാണ്ട് കൊടുവള്ളിക്ക് സമീപ പ്രദേശങ്ങളിൽ ഉള്ള സ്കൂളുകളാണ് എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. അതുകൊണ്ട് ചോർച്ചയുടെ ഒരു പാത തിരിഞ്ഞു പോകുമ്പോൾ അത് എത്തുന്നത് ഈ എയ്ഡഡ് സ്കൂൾ അധ്യാപകരിലേക്കാണ് എന്നത് നമുക്ക് ഏതാണ്ട് ഒരു വ്യക്തതയിലേക്ക് വരുന്നു. സർക്കാർ അധ്യാപകരുടെ ഒരു പിന്തുണ ഉണ്ടാവും എന്നൊരു കണക്കൂട്ടൽ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ അന്വേഷണം ഇപ്പോൾ എയ്ഡഡ് സ്കൂൾ അധ്യാപകരിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് ഏറെ കൗതുകരമായ കാര്യം. ഒപ്പം ഈ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും അവധിയെടുത്ത് ദീർഘനാളുകളിലേക്ക് അവധിയെടുത്ത് ഈ സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിൽ അല്ലെങ്കിൽ കോച്ചിങ് സെൻ്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ കുറിച്ചുള്ള വിവരങ്ങളും ഇതിനകം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്തരം ആളുകളെയും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘമുള്ളത്. നേരത്തെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് DD അടക്കമുള്ള ആളുകളിൽ നിന്നും, അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുത്തിരുന്നു. അവരൊക്കെ ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നതായി സ്ഥിരീകരിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ മൊഴി നൽകിയത്. പക്ഷേ ആരാണ് ചോർത്തിയത്, അല്ലെങ്കിൽ സർക്കാർ അധ്യാപകർക്ക് ഈ കൃത്യമായി പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും തങ്ങൾ കൃത്യമായി അറിയില്ല എന്ന വിവരമാണ് നൽകിയത്. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ചയായി എന്നവണ്ണം തന്നെയാണ് ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിലെ നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. കാരണം ഈ അധ്യാപകരും ഈ MS സൊല്യൂഷൻസിലെ ഈ ഷുഹൈബ് അടക്കമുള്ള ആളുകളും തമ്മിൽ എന്താണ് ബന്ധം, അവർ തമ്മിൽ ഫോൺ സംഭാഷണമുണ്ടോ അല്ലെങ്കിൽ പണത്തിൻ്റെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. വരും മണിക്കൂറുകളിൽ കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കും. ഈ ചോദ്യപേപ്പറിൻ്റെ ചോർച്ച ഉണ്ടായത് എങ്ങനെയെന്നൊരു കൃത്യമായ തലത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമെന്ന് തന്നെ നമുക്ക് കരുതാം. അശ്വിനി, ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്ക് നീളുന്നു എന്ന വാർത്തയാണ്, വിവരങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. ഇതിനിടെ ഒരു ദുഃഖകരമായ വാർത്ത പുറത്തുവരുന്നു. നടി മീന ഗണേഷ്, സിനിമ സീരിയൽ താരം മീന ഗണേഷ് നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന വാർത്ത വരുന്നു. അതിലേക്ക് വിശദമായി എത്താം.